ഈ സമയം നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പശ്ചിമേഷ്യയിലെ സംഘർഷം കുറെ കൂടി സങ്കീർണവും രൂക്ഷവുമായിരിക്കുന്നു എന്നതാണ്. അതിന്റെ ഭാഗമായി കുവൈത്തിലെ വിമാനത്താവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. ടെർമിനൽ 1-ലാണ് ഇറാന്റെ ബോംബുകൾ അല്ലെങ്കിൽ മിസൈലുകൾ വന്ന് പതിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കഷാം ദ്വീപിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണം, ഇറാൻ ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണം, ഇതൊക്കെ സമാധാന ശ്രമ നീക്കങ്ങൾക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുന്നതും കൂടുതൽ സങ്കീർണമായ സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നതുമായി മാറുന്നു. പി ജെയിംസ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ജെയിംസ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ആക്രമണങ്ങൾ അമേരിക്കയുടെ സേനാ താവളങ്ങൾ, സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ കുവൈത്തിലെ ജനവാസ വിമാനത്താവളം, അതായത് പാസഞ്ചേഴ്സ് ഉള്ള വിമാനത്താവളങ്ങളിലേക്ക് ആക്രമണം നടക്കുന്നു. ടെർമിനൽ 1-ലാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കുവൈത്തിന് നേരിട്ടുള്ള ആക്രമണമായി നമുക്ക് പറയാൻ കഴിയും. അതായത് ഗൾഫ് മേഖലയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടി വരിക? അങ്ങനെയാണെങ്കിൽ കുറെ കൂടി പ്രശ്നങ്ങൾ ഗുരുതരമല്ലേ? തീർച്ചയായിട്ടും ഗോപി, ഇറാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ആക്രമിക്കുന്നത് US-ന്റെ അസറ്റുകളാണ്, അവരുടെ താവളങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ട ബിൽഡിങ്സ് മാത്രമേ ആക്രമിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ തുടക്കത്തിൽ ഇതുപോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. കുവൈറ്റിലെ ജലശുദ്ധീകരണ പ്ലാന്റ് നേരത്തെ ആക്രമിച്ചിരുന്നു. ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെ ചെറിയ ആക്രമണം നടന്നിരുന്നു. പക്ഷേ ഇത്തവണത്തെ ആക്രമണം കുറച്ചുകൂടി രൂക്ഷമാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അവര് മിസൈല് പതിച്ചു എന്ന് മാത്രമല്ല, നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന വാർത്ത വളരെ അമ്പരപ്പിക്കുന്നതാണ്. കാരണം ഇതുവരെ ആളപായം ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആളുകളെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടുത്തെ വിമാനത്താവളം അടച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. അവിടേക്കുള്ള വിമാനങ്ങൾ മുഴുവൻ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും കുവൈറ്റിലെ ഒറ്റ അന്താരാഷ്ട്ര വിമാനത്താവളമാണുള്ളത്. അപ്പോൾ അന്താരാഷ്ട്ര വിമാനത്താവളം അടയ്ക്കാന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് തടസ്സമുണ്ടായിരിക്കുന്നതെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ബഹ്റിൻ്റെയും വളരെ സ്ട്രാറ്റജിക്കാണ് ബഹ്റിനിലെ ആക്രമണം. കാരണം അമേരിക്ക ഈ പശ്ചിമേഷ്യ മുഴുവൻ മധ്യപൂർവ്വ ദേശങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവരുടെ നാവൽ കമാൻഡിന്റെ ഇത് നിയന്ത്രിക്കുന്നത് ബഹ്റിനിലെ 5th ഫ്ലീറ്റിൽ നിന്നാണ്. ആ 5th ഫ്ലീറ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അവർ തടഞ്ഞു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷെ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ എയർബേസ് ബഹ്റിനിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ ഹെലികോപ്റ്റർ ബേസിലും ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കരുതിക്കൂട്ടി ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക കൊഷാം ദ്വീപിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിൽ അമേരിക്കയെയും ഗൾഫ് രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കുന്ന ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഖത്തറിന് നേരെ ആക്രമണം നേരത്തെ നടത്തിയിരുന്നു. ഇപ്പൊ ഖത്തറിന് നേരെ നടത്തുന്നില്ല. ഖത്തറാണ് അമേരിക്കൻ കരസേനയുടെ സൈന്യത്തിന്റെ കമാൻഡായിട്ട് പ്രവർത്തിക്കുന്നത്. ദോഹയിലാണ്. അവിടെ ഇല്ലാത്തത് ഖത്തർ ഇപ്പം മധ്യസ്ഥരായിട്ട് നിൽക്കുകയാണ്. ഒപ്പം തന്നെ UAE-യിലും അതുപോലെ തന്നെ സൗദിയിലും ഇപ്പൊ തൽക്കാലം ആക്രമണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി അമേരിക്കയുടെ ആക്രമണം ഉണ്ടായാൽ അവർ ലക്ഷ്യം വെക്കുന്നത് സൗദിയെയും UAE ആയിരിക്കുമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.